നിങ്ങൾക്ക് ഏറ്റവും വിയേർഡായിട്ട് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിലാകാത്ത ഒരു മലയാള സ്ലാങ് ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. അപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട്. അപ്പോൾ ഓരോ ജില്ലകൾക്ക് ഓരോരോ ടൈപ്പ് സ്ലാങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ലാങ് നമ്മുടെ മലയാളത്തിൻ്റെ പല പല സ്ലാങ്ങിൽ ഏറ്റവും കേട്ട ഒരു വിയേർഡായിട്ട് തോന്നിയൊരു സ്ലാങ് ഏതാണ്? കാസർഗോഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? പറയുന്നത് മനസ്സിലാവാറില്ല. അവർ ആ ഒരു വേർഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഫസ്റ്റ് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഒന്നും തോന്നില്ല, ഒന്നും മനസ്സിലായില്ല. ഇത് ഏത് ഭാഷ എന്ന് വിചാരിച്ചായിരുന്നു? ഞാൻ കണ്ണൂരാണ്, അപ്പൊ എന്റെ സ്ലാങ് ഏകദേശം അങ്ങനെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കുറെ ജില്ലകളൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്ലാങ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കേട്ടപ്പോ ഏറ്റവും വിയേർഡായിട്ട് തോന്നിയ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ലാങ് ഏതായിരുന്നു? വിയേർഡായിട്ട് തോന്നിയ സ്ലാങ് ഒന്നുമില്ല, എല്ലാവർക്കും വ്യത്യസ്തമായ സ്ലാങ് ഉണ്ടല്ലോ, എല്ലാം ഇഷ്ടമാണ്. എന്റെ സംസാരിക്കുമ്പോ ഏത് സ്ലാങ് ആയിട്ടാ തോന്നണേ? കാസർഗോഡാണോ അതോ കോഴിക്കോടാണോ? കാസർഗോഡാണ്. പക്ഷെ കാസർഗോഡ് സ്ലാങ്ങിലെല്ലാം സംസാരിക്കുന്നത്, പക്ഷെ എന്നിട്ടും കാസർഗോഡായി തോന്നുന്നുണ്ടല്ലേ അവര് സംസാരം. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അങ്ങനെ വിയേർഡായിട്ടൊന്നും തോന്നിയിട്ടില്ല? നിങ്ങളുടെ സ്ലാങ് ഭയങ്കര ഡിഫറൻസ് ആണോ കാസർഗോഡുകാരുടെ? അപ്പൊ വേറൊരു സ്ഥലത്ത് പോകുമ്പോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? ഭാഷ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഭാഷ കേട്ടിട്ട് കാസർഗോഡാണെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അത് വിയേർഡായിട്ട് ആരും തോന്നിന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. വേറെ സ്ലാങ് ഈ കാസർഗോഡ് കേൾക്കുമ്പോ തോന്നിയിട്ടുണ്ടോ? കൊച്ചി ഭാഷ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. തിരുവനന്തപുരം കേൾക്കാനും രസമുള്ള ഭാഷയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഏതെങ്കിലും ഭാഷ? മനസ്സിലാക്കാത്ത ബുദ്ധിമുട്ടെന്ന് വെച്ചാല് തിരുവനന്തപുരം തന്നെ ആയിരിക്കും കുറച്ചും കൂടെ അവരുടെ ടേംസ് ഒക്കെ മനസ്സിലാക്കാൻ. വിയേർഡല്ല, കുറച്ച് മനസ്സിലാക്കാൻ പാടും. മറ്റേ കോഴിക്കോട് അവരുടെ എന്താണ് അത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാ. ഭയങ്കര എന്റെ ക്ലാസ്സിലൊരു കൊച്ചുണ്ട്, കാരണം ഭയങ്കര മനസ്സിലാക്കാനോ തിരിയത്തില്ല. ട്രിവാൻഡ്രം അവരെ നീട്ടി പറയുന്ന എന്തൊരു ആശാദനൊക്കെ പറയുമ്പോ അതെന്തെങ്കിലും പറയും. ആദ്യമായിട്ട് കേട്ടപ്പോ എന്തായിരുന്നു എക്സ്പ്രഷൻ? ഇവര് പറയുന്നത് നമുക്ക് അങ്ങനെ തോന്നിപ്പോ നമ്മളിങ്ങനെ കേൾക്കത്തില്ല. ഞാൻ തൃശ്ശൂരാ, അപ്പൊ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ നമുക്ക് ഒരു മാതിരി തോന്നും. അങ്ങനെ ആദ്യമായിട്ട് കേട്ടപ്പോ എന്താ തോന്നിയ? എനിക്ക് ഇഷ്ടമാ തോന്നിയത്. നമ്മള് കേൾക്കാത്തൊരു ലാംഗ്വേജ് കേട്ടുകഴിയുമ്പോ അത് കൂടുതൽ പിന്നെ പിന്നെ കേൾക്കാനായിട്ടൊരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ലാംഗ്വേജ്. ഒന്നുമില്ല, ഇതുവരെ അങ്ങനെ തോന്നിയില്ല. പലരായിട്ട് സംസാരിക്കുമ്പോ കാസർഗോഡ് തിരുവനന്തപുരം വരെ പോണ ആളാ. ഇതുവരെ ഒരാളോടും തോന്നിയിട്ടില്ല. എന്നാലും ഈ ചില ഭാഷ സ്ലാങ്സ് കേൾക്കുമ്പോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, പെട്ടെന്ന് മനസ്സിലാവുന്നല്ല എന്താക്കും, ഭയങ്കര കംഫർട്ടാണ്. ഇതുവരെ ആരോടും അങ്ങനെ പറയേ അല്ലെങ്കിൽ ഇതെന്താ പറയണ അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. കാസർഗോഡ് എന്താണ് കാസർഗോഡ് എന്ന് പറയുന്നത്? കുറേയൊന്നും മനസ്സിലാവില്ല, പക്ഷെ ശരിക്കും അത് നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കും സംസാരിക്കണം. എന്നാലും ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി വിയേർഡായിട്ട്. ഫസ്റ്റ് വട്ടം കേട്ടപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ? വേറെന്തോ ഏതോ ഒരു സ്ഥലത്തെ കേരളമേ കണ്ടു തോന്നില്ല. ട്രിവാൻഡ്രം കേട്ടപ്പോൾ എന്തായിരുന്നു? വിയേർഡല്ല, പക്ഷെ എന്തോ പോലെ തോന്നി. ഫസ്റ്റത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ചിരി വരുമോ? ഇതെന്തെങ്കിലും സംസാരിക്കണം. നിങ്ങൾ ഏത് ജില്ലക്കാരാണ്? എറണാകുളം തന്നെ. കുഴപ്പമില്ല, സേഫ് ആണ്. കേട്ടാൽ ഏറ്റവും കാസർഗോഡാണ്. എന്താ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും? ഇഷ്ടംപോലെ ട്രെയിനില് പോകുമ്പോ ഇഷ്ടംപോലെ പെട്ടിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് റിയാക്ഷൻ? ആദ്യം വേറെ ഭാഷ എന്നുള്ള രീതിയിലാണ് ഞാൻ, പിന്നെ എല്ലാം ഉള്ള രീതിയിൽ, പിന്നെയാണ് കാസർഗോഡാ, പിന്നെ പരിചയപ്പെടുമ്പോഴാണ് കാസർഗോഡ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പല പല ട്രോൾസ് കാസർഗോഡിന് വരാറുണ്ട്, കാണാറുണ്ട്. ശരിയാണ്, ഇതൊക്കെ വെറുതെ പറയണത് തോന്നിയില്ലേ? അല്ലാതെ 100% ശരിയാ. ഞാൻ മലപ്പുറം. മലപ്പുറം അല്ലേ? ഓക്കെ. അപ്പൊ കുറച്ചും കൂടി മലപ്പുറം ഒരു വേറൊരു ടൈപ്പ് സ്ലാങ് ആണല്ലോ. പിന്നെ ഞാൻ മലപ്പുറം ആയതുകൊണ്ട് ആണോ അറിയില്ല, പിന്നെ മനസ്സിലാവും. ശരിയാ, കുറച്ചും കൂടി റിലേറ്റബിൾ ആണ്. ഇത് ഭയങ്കര കേൾക്കുമ്പോ തന്നെ എന്തെങ്കിലും സംസാരിക്കണം അങ്ങനെ തോന്നിയ എന്തെങ്കിലും സ്ലാങ് നമുക്ക് മനസ്സിലാവാതിരിക്കുമ്പോ നമുക്ക് അങ്ങനെ അവരോട്
ദേഷ്യവും അങ്ങനെയൊന്നുമില്ല എങ്കിലും മനസ്സിലാവാത്ത കണ്ണൂരിലെ സ്ലാങ് ഒക്കെ കേൾക്കുമ്പോൾ കേൾക്കാൻ അവരുടെ ഒരു പ്രത്യേക വേർഡ്സ് ഒക്കെ അല്ലേ അത് നമുക്ക് കിട്ടത്തില്ല. കിട്ടത്തില്ല. ഞാൻ ഇടുക്കിക്കാരനാണ്, അപ്പൊ എനിക്ക് ഒട്ടും കിട്ടത്തില്ല. അപ്പൊ എന്താ കേട്ടോ അങ്ങനെ കണ്ണൂർ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ കമ്പനി വർക്ക് ചെയ്യുന്നവരൊക്കെ ചില കാര്യങ്ങളൊക്കെ എണ്ണയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇതെന്താ അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. അവരോട് പ്രത്യേകിച്ച് വേറെ നമുക്ക് തോന്നിയിട്ടായിരില്ല, അവര് പഠിച്ചതല്ലേ. അപ്പൊ അവര് ആ ഒരു ഫസ്റ്റ് ടൈം കേട്ടപ്പോ ഉണ്ടായിരുന്ന റിയാക്ഷൻ എന്താ? ഫസ്റ്റ് ടൈം കേട്ടപ്പം നമ്മളത് എന്താന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ചോദിച്ച് ക്ലിയർ ആയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എന്നെ പോലെ സംസാരിക്കും. ഇപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് വായിലോട്ട് മാറി. അങ്ങനെയൊന്നുമില്ല. ഞാൻ മാർക്കറ്റിംഗ് ആണ്. ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. നമ്മൾക്ക് അങ്ങനെ തോന്നാറില്ല. കാരണം എൻ്റെ നാട് പാലക്കാടാണ്. പക്ഷെ ഞാൻ കാസർഗോട്ടിലാണെങ്കിലും അവർ പറയുന്നത് സ്ലാങ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. തിരുവനന്തപുരം മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോഴാണ് ഏതൊരു ഭാഷയും നമുക്കത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുള്ളൂ. അത് 2 ദിവസം അവിടെ തങ്ങി നിൽക്കുമെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അങ്ങനെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് ആ ഒരു സ്ലാങ് കേട്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? അങ്ങനെയൊന്നുമില്ല. മലയാളം തന്നെയല്ല, അത് വലിയ ഇത് തോന്നലൊന്നുമില്ല. നമ്മൾ കൂടുതൽ ഭംഗി ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും, അങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാം. ശരി, താങ്ക് യു സോ മച്ച്.